തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാള സാഹിത്യത്തിൽ ഇതപര്യന്തമുണ്ടായിട്ടുള്ള സാഹിത്യകാരന്മാരിൽ ഗണ്യമായൊരു സംഖ്യ അമ്പലപ്പുഴയിലും ചെമ്പകശ്ശേരി രാജ്യത്തിനുള്ളിലുമായി ജീവിച്ചിരുന്നവരാണെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഒട്ടുമില്ല. മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിലേറെയും രചിച്ചത് അമ്പലപ്പുഴയിൽ താമസിച്ചുകൊണ്ട് ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടിരുന്ന പൂരാടം പിറന്നാൾ ദേവനാരായണ രാജാവിൻ്റെ ആതിഥേയത്വത്തിലും നിർദ്ദേശപ്രകാരവുമാണ് എന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. അമ്പലപ്പുഴയിലെത്തി ദേവനാരായണൻ്റെ രാജസദസ്സിലെ അംഗമായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാത്മരാമായണത്തിൻ്റെ തെലുങ്ക് ലിപിയിലുള്ള ഒരു പ്രതി അദ്ദേഹത്തിന് ലഭിച്ചത് കൈവശം സൂക്ഷിച്ചിരുന്നു. ആ ഗ്രന്ഥത്തെപ്പറ്റി രാജാവുമായി ചർച്ച ചെയ്യുകയും ആ ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാനുള്ള താൽപ്പര്യം രാജാവിനെ അറിയിക്കുകയും ചെയ്തു അത്രേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് പോലൊരു ഗ്രന്ഥമെഴുതാൻ അന്നത്തെ കാലത്ത് അമ്പലപ്പുഴ രാജ്യത്തെ പോലെ ഉത്തമമായ സാഹചര്യം മറ്റെവിടെ കിട്ടാനാണ്?